ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ NMMS. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ നമുക്ക് ഇന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാം ഫസ്റ്റ് പാർട്ടിലെയും സെക്കൻഡ് പാർട്ടിലെയും കുറച്ചധികം ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ എക്സ്പ്ലനേഷനും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്ക് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാബിളാണ് മാം ഇവിടെ വെച്ചേക്കുന്നത്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഓക്കെ, സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടാബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. ആ ഒരു പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ അത് ആരൊക്കെയാണ്, ഫൗണ്ടേഴ്സ്, സ്ഥാപകർ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് ആണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിഡ്സ്കി, കാനൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ടാബ്ലറ്റ് ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ, മാം ഇപ്പൊ ഇതിങ്ങനെ വായിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, മാം ഇതിങ്ങനെ വായിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് വായിക്കാൻ നന്നായിട്ട് അറിയാം. പക്ഷെ മാം വന്നേക്കുന്നത് ഇതിനൊരു കോഡ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങനെ വലിയ കോഡൊന്നല്ല, നിങ്ങൾക്കൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ മാമിനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു കോഡാണ്. മാം പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയൊരു കോഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പ്രാർത്ഥനാ സമാജം ആരാണ് ഫൗണ്ടർ? ആത്മാറാം പാണ്ഡുരംഗ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ചിരിക്കരുത് കേട്ടോ, സീരിയസ്ലി ചിരിക്കരുത്. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഒരു ഫണ്ണായിട്ട് എടുത്താൽ മതി. ആത്മാറാം പാണ്ഡുരംഗ് ആണ്. ഇപ്പൊ നമുക്ക് പാണ്ഡു വന്നു എന്നൊക്കെ പറയില്ല, ജസ്റ്റ് ഒരു മുറിവ് വന്നു അല്ലെങ്കിൽ പാണ്ഡു വന്നു. ഈ പാണ്ഡു വന്ന സമയത്ത് അത് മാറണം. നമുക്കത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമല്ലേ, ഭയങ്കര ആത്മാർത്ഥതയോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം അതങ്ങ് ആലോചിച്ചാൽ മതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ഓക്കെ, പാണ്ഡു വരുമ്പോൾ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുമെന്ന് ഓർത്താൽ മതി. അപ്പം പ്രാർത്ഥനാ സമാജ് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ് എന്ന് ഓർമ്മ വരും. ഓക്കെ, ഇതങ്ങനെ നിങ്ങൾ ഈ ടാബിളിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യുക, പെൻസിൽ കൊണ്ട് ഈ കോഡ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. പിന്നെ നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതങ്ങ് ഓക്കെ ആയിക്കോളൂ കേട്ടോ. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ആര്യ ഉണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടായിട്ട് ആര്യ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പം നിങ്ങൾ ചിലർക്കൊക്കെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ആര്യ ഉണ്ടാവുമല്ലോ. അപ്പം ഈ ആര്യ ഭയങ്കര ദയുള്ള കുട്ടിയാണ് കേട്ടോ, ഭയങ്കര ദയുള്ള കുട്ടിയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കാം. എൻ്റെ ആര്യ ഭയങ്കര ദയുള്ള ഒരു കുട്ടിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ആര്യ സമാജമാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഓക്കെ, ദെൻ അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് പ്രസ്ഥാനത്തിൽ അലിക്ക് ഭയങ്കര ഗഡ്സ് ആണെന്ന് വിചാരിച്ചു. അലിക്ക് ഭയങ്കര ഗഡ്സ് ആണ്. നമ്മൾ പറയില്ല അവന് ഭയങ്കര ധൈര്യമാണ്, അല്ലെങ്കിൽ അവന് ഭയങ്കര ഗഡ്സ് ആണ്. ഓക്കെ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് സ്ഥാപകൻ. ഓക്കെ, മാമിന് തന്നെ ചിരി വരുന്നു പറയുമ്പോൾ, നിങ്ങൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും എന്നറിയാം, എന്നാലും ഓക്കെ. അപ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് പണ്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ നമ്മുടെ വല്യമ്മമാരൊക്കെ നമ്മൾ പറയും ഭയങ്കര അഹമ്മദിയാണ് അവനക്ക് എന്ന് പറയും അല്ലേ. അതായത് ഭയങ്കര അഹങ്കാരമാണ്, നമ്മൾ ഒട്ടും അനുസരിക്കൂല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തർക്കുത്തരം പറയും, അങ്ങനെയുള്ള കുട്ടികളൊക്കെ വെച്ച് പറയും ഭയങ്കര അഹമ്മദിയാണ് അവനെന്ന്. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അതായത് അലിക്ക് എന്താണ്, ഭയങ്കര ഗഡ്സ് ആണ്, അവന് ഭയങ്കര ധൈര്യമാണ്, ഭയങ്കര ഗഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവനെന്താണ്, അഹമ്മദിയാണ് ആലോചിച്ചാൽ മതി. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, അപ്പൊ ഇത് മൂന്നെണ്ണം ഒന്നുകൂടെ നമുക്ക് നോക്കാം. പ്രാർത്ഥനാ സമാജം എന്താണ്, നമുക്ക് ആത്മാറാം പാണ്ഡുരംഗ് ആണ്. പാണ്ഡു വന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2, ആര്യ സമാജം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. നമ്മളുടെ ഫ്രണ്ട് ആര്യ ഭയങ്കര ദയുള്ള കുട്ടിയാണ്. 3ാമത് ആരാണ്? അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അലിക്ക് ഭയങ്കര ഗഡ്സ് ഉള്ളതുകൊണ്ട് അവന് ഭയങ്കര അഹമ്മദിയാണ്. ഓക്കെ, ഇതിങ്ങനെ പെൻസിലോണ്ട് എഴുതി വെക്കുക കേട്ടോ. ദെൻ തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിഡ്സ്കി, കാനൽ ഓൾക്കോട്ട്. അപ്പം ഈ തിയോസഫിക്കൽ സൊസൈറ്റികളൊക്കെ ഭയങ്കര വലിയ നമ്മൾ പഴയ ഫിലിം 90s കിഡ്സിനൊക്കെ മനസ്സിലാവുമായിരിക്കും. നമ്മുടെ പഴയ സിനിമകളിലൊക്കെ നമ്മൾ കുറേ സൊസൈറ്റീസിലൊക്കെ ഒരുപാട് മാഡംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്കത് അറിയില്ല, പക്ഷെ നിങ്ങളോട് ഞാൻ പറയാം, നമ്മുടെ സൊസൈറ്റിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എന്നാലും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. വലിയ സൊസൈറ്റികളിലൊക്കെ എന്തുണ്ടാവും, വലിയ മാഡംസ് ഉണ്ടാവും, കാനൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പം മാഡം ബ്ലാവിഡ്സ്കി,
മാഡം ബ്ലൗസ് ഇട്ടിട്ടും കേണൽ ഓൾക്കോട്ട്, കേണൽ കോട്ട് ഇട്ടിട്ടാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പം തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ഒരുപാട് മാഡം ഉണ്ടാവും, ഒരുപാട് കേണൽ ഉണ്ടാവും. മാഡം ബ്ലൗസ് ഇട്ടിട്ടും കേണൽ കോട്ട് ഇട്ടിട്ടുമാണ് അവിടുത്തെ സൊസൈറ്റിയിൽ വരാറെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ എന്ന് പറയുമ്പോൾ രാമനും കൃഷ്ണനും. ഓക്കെ, രാമനും കൃഷ്ണനും ഭയങ്കര സ്വാമിമാരാണ്, അതായത് വിവേകമുള്ള സ്വാമിമാരാണ് ആര്? രാമനും കൃഷ്ണനും. ഓർത്ത് വെക്കുക. രാമകൃഷ്ണ മിഷൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. രാമനും കൃഷ്ണനും ഭയങ്കര വിവേകമുള്ള സ്വാമിമാരാണ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തുലു. ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തുലു. അതായത് ഇപ്പം നിങ്ങൾ പന്തൊക്കെ അടിച്ച് കളിക്കുക, അത് ക്രിക്കറ്റ് കളിക്കുന്നു. ഓക്കെ, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു, നിങ്ങളുടെ അടിച്ച ബോൾ അങ്ങ് പൊന്തി പോയിട്ട് അപ്പുറത്തെ വീട്ടിൽ ജനലിൽ പോയി തട്ടി വീണു, ജനൽ പൊട്ടി, ആ പന്ത് കിട്ടിയില്ല. അപ്പൊ ഈ പന്ത് അടുത്ത വീട്ടിലെ ചേച്ചീൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചേച്ചി പന്ത് താ, ചേച്ചി പന്ത് താ. അപ്പൊ ചേച്ചി പന്ത് തരൂല. ഒട്ടും കാരുണ്യമില്ലാത്ത ചേച്ചിയാണ് ആര്? ഈ പന്ത് തരാതെ ഇരിക്കുകയാണ്. അപ്പം ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തുലു. പന്ത് നിങ്ങൾ എത്ര ചോദിച്ചിട്ടും ഒരു കാരുണ്യവും കാണിക്കാതെ ആ ചേച്ചി തന്നില്ല എന്ന് ഓർത്താൽ മതി. പന്ത് കാരുണ്യമില്ലാതെ നിങ്ങൾക്ക് തന്നില്ല, നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ആലോചിച്ചാൽ മതി. ഹിതകാരിണി സമാജം, വീരേശലിംഗം പന്തലു. അടുത്തതാണ് സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. അതായത് രാമസ്വാമിക്ക് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ഭയങ്കര അഭിമാനമുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അതെന്താണ്? ഭയങ്കര അഭിമാനമാണ് ആർക്ക്? രാമസ്വാമി നായ്ക്കർക്ക് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ദെൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം അല്ലെ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ഗുരു, ശ്രീ രണ്ടും. ഓക്കെ, അത് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിനെ നമുക്ക് തൽക്കാലം ഒന്ന് കാളയാക്കി മാറ്റാം. കാളയെ നമ്മൾ എന്ത് ചെയ്യുന്നു? പരിപാലിക്കുന്നു. ഓക്കെ, സാധുജന പരിപാലന സംഘം ആരാണ്? അയ്യങ്കാളി. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതി വെക്കുക. എന്നിട്ട് അത് ആ ഒരു കോഡ് ഇങ്ങനെ ജസ്റ്റ് വായിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മൈൻഡിലോട്ട് വരും. ഒരു 5 times ഒക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. അതുകൊണ്ട് ഇത് നിങ്ങൾ ആ രീതിയിൽ തന്നെ ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി രാജാറാം മോഹൻ റോയ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച പ്രധാന നേതാവായിരുന്നു രാജാറാം മോഹൻ റോയ്. നമുക്കറിയാം, ഇന്ത്യയിൽ പണ്ട് കാലങ്ങളിൽ ഒരുപാട് നാട്ടുരാജാക്കന്മാരും അങ്ങനത്തെ ഒരു സ്ട്രക്ചർ നിലനിന്നിരുന്ന കാലത്ത് ഇവിടെ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. സതി ഉണ്ടായിരുന്നു, ശൈശവ വിവാഹം ഉണ്ടായിരുന്നു, മറ്റുള്ള തൊട്ട് കൂടായ്മ, തീണ്ടിക്കൂടായ്മ അല്ലെ, അൺടച്ചബിലിറ്റി, ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെ എല്ലാം നേരിട്ടിട്ട് ഒരു സാമൂഹിക പരിഷ്കരണം അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിഫോം ഇവിടെ കൊണ്ടുവരാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. ഓക്കെ, രാജാറാം മോഹൻ റോയ് പ്രധാന നേതാവായിരുന്നു രാജാറാം മോഹൻ റോയ് ട്ടോ. 1772 ബംഗാളിൽ ജനിച്ചു. രാജാറാം മോഹൻ റോയ് എവിടെയാണ് ജനിച്ചത്? 1772 ബംഗാളിലാണ് ജനനം. ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവം തുടങ്ങിയ മതങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള പഠനം. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മതം എന്നുള്ളതിനേക്കാളും ബേസ് ചെയ്തിട്ട് അദ്ദേഹം എല്ലാ മതത്തെയും ഒരുപോലെ കാണുകയും എല്ലാ മതങ്ങളെ കുറിച്ചിട്ടും ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. പലതരത്തിലുള്ള ഭാഷകൾ അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ദെൻ സതി നിർമൂലനത്തിനായി ശക്തമായി പ്രവർത്തിച്ചു. നമുക്ക് അറിയാം അല്ലെ, സതി എന്ന് പറയുന്നത് എന്താണ്? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യുന്നു? ആ ഒരു ചിതയിലോട്ടേക്ക്, ഭർത്താവിനെ തീ കത്തിക്കുമ്പോൾ ആ ഒരു ചിതയിലോട്ടേക്ക് ഭാര്യ എടുത്ത് ചാടണം. അതൊരു നിയമമായിരുന്നു, അതൊരു അനാചാരമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. ആ ഒരു അനാചാരത്തെ ഇല്ലാണ്ടാക്കിയതാരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി പ്രയത്നങ്ങൾ നടത്തി. അതായത് നമ്മളുടെ നാട്ടിൽ അന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്കോ ഒരു മിഡിൽ ക്ലാസ് തൊട്ട് നമുക്ക് എന്തുണ്ടായിരുന്നില്ല, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. നമുക്കിവിടെ സ്കൂളുകൾ അവൈലബിൾ ആയിരുന്നില്ല. അതന്നെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വളരെ ഹയർ സ്റ്റാറ്റസിലുള്ളവർക്കോ ഹയർ കാസ്റ്റിലുള്ളവർക്കൊക്കെ മാത്രമായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടും വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഉന്നത വിദ്യാഭ്യാസം കുട്ടികൾക്ക്, ആധുനിക വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകാൻ വേണ്ടിയിട്ടും അദ്ദേഹം പ്രയത്നിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ബ്രഹ്മസമാജം, ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് രാജാറാം മോഹൻ റോയ് ആണ്. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. അപ്പൊ 3 സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം ഇപ്പൊ പോരാടി നമ്മൾ പഠിച്ചു അല്ലെ. ഒന്നെന്താണ്?
സതിയാണ്. 2 ശൈശവ വിവാഹമാണ്. അതായത് വളരെ കുഞ്ഞു മക്കളെ നമ്മൾ എന്ത് ചെയ്യുന്നു, വലിയ പ്രായമുള്ള ആളുകളൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ 2 കുഞ്ഞു മക്കളെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്നു. എന്നിട്ട് ആ കുട്ടികൾ ഭയങ്കരമായിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. നിങ്ങൾക്കിപ്പം ഒരു 13-14 വയസ്സുള്ള കുട്ടികളാണ് നിങ്ങൾ അല്ലേ. നിങ്ങളെക്കാൾ കുഞ്ഞുമക്കൾ, നിങ്ങളുടെ കുഞ്ഞനിയത്തെയും കുഞ്ഞനിയന്മാരെയൊക്കെ കല്യാണം കഴിപ്പിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. ആ ഒരു സിറ്റുവേഷനിൽ അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു നടന്നിരുന്നത്. അപ്പൊ അതെല്ലാം ഇല്ലാതാക്കിയതാരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രണ്ടാമത് എന്താണ്? ബഹുഭാര്യത്വം. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ പണ്ടുള്ള നാട്ടുപ്രമാണികളൊക്കെ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, നാട്ടുപ്രമാണികൾ എന്നല്ല, കുറച്ച് ഹയർ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തിരുന്നു, കൂടുതലും അവർക്ക് പല ഭാര്യമാരുണ്ടായിരുന്നു. അതായത് ഒരു ഭാര്യയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ അവർക്ക് മറ്റൊരു സ്ത്രീയെ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അവരെന്ത് ചെയ്യുന്നു, വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഈ സ്ത്രീകളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും നിർത്തലാക്കി. 3 കാര്യങ്ങളാണ് സാമൂഹിക തിന്മകളാണ് നിർത്തലാക്കിയത്: സതി, ശൈശവ വിവാഹം, ബഹുഭാര്യത്വം. ദെൻ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം സ്വതന്ത്ര ചിന്തയും ആവശ്യമാണെന്ന് വാദിച്ചു. വിശ്വാസാധിഷ്ഠിത അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും, അതായത് സ്ത്രീകൾക്ക്, ഞാൻ പറഞ്ഞില്ല നേരത്തെ മാം പറഞ്ഞു, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു നാടായിരുന്നു. എന്നാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് വാദിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ് രാജാറാം മോഹൻ റോയ്. അതോടൊപ്പം തന്നെ മതവുമായിട്ട് ബന്ധപ്പെട്ട പല ദുരാചാരങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സതി പറഞ്ഞു, അത് ഹിന്ദു സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഒരു ദുരാചാരമായിരുന്നു. അതോടൊപ്പം തന്നെ അൺടച്ചബിലിറ്റി എന്നൊരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഇത് മാത്രം, ഇതൊക്കെ ഒരു സാമൂഹിക ദുരാചാരങ്ങളാണെങ്കിലും മതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഇന്നും നമുക്ക് അറിയാം, പലയിടത്തും ഇന്നും നടക്കുന്ന കാര്യങ്ങളാണല്ലേ. ദുർമന്ത്രവാദങ്ങളും മറ്റുള്ള പലതരത്തിലുള്ള ആചാരങ്ങളും, അതുപോലെ മതത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, ആളുകളെ പല വിഭാഗങ്ങളായിട്ട് കാണും, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെയൊക്കെ ആര് നിലനിന്നിരുന്നു? രാജാറാം മോഹൻ റോയ് നിലനിന്നിരുന്നു. അടുത്ത ഒരു ചോദ്യം നോക്കിയേ. ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളല്ലാത്തത് ആര് എന്നാണ് കേട്ടോ. അപ്പൊ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ആനി ബസന്റ്, ബാലഗംഗാധര തിലക്, മഹാത്മാഗാന്ധി. രണ്ടാമതും മാം എന്ത് ചെയ്തിട്ടുണ്ട്? ആനി ബസന്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് വെട്ടിക്കോ. ഓക്കെ, അപ്പൊ നമുക്ക് 3 പേരാണ് തന്നേക്കുന്നത്. ഇതിൽ ആരാണ് ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തില് പ്രധാന നേതാക്കൾ അല്ലാത്തത് എന്നാണ് ചോദ്യം കേട്ടോ. ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഉത്തരം എന്താണ്? സി ആണ്, മഹാത്മാഗാന്ധിയാണ്. ആനി ബസന്റും ബാലഗംഗാധര തിലകും എന്താണ്? ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തിന്റെ ഒരു മുഖ്യ നേതാക്കളിൽ ആളുകളായിരുന്നു. അപ്പൊ ഇനി ഹോം റൂൾ ലീഗ് എന്താണെന്ന് നോക്കാം. 1914 ആരംഭിച്ച 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. അതായത് 1914 ഇത് നടക്കുന്നത്, 1-ാം ലോക മഹായുദ്ധം നടക്കുന്നത്. 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഇവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കാൻ തുടങ്ങി. കാരണം നമ്മള് പല രാജ്യങ്ങളെയും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ലോകമഹായുദ്ധം ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു, രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. അപ്പൊ ഈ 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്താണ് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ത് ചെയ്യുന്നത്, ഉടലെടുക്കുന്നതും അതിന് നേതൃത്വം നൽകുന്നതും പല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ, നമ്മളിപ്പോ 2 പേര് പറഞ്ഞു അല്ലെ, ഗാന്ധിജി ഇല്ലാട്ടോ. അപ്പൊ 2 പേര്, ആനി ബസന്റും ബാലഗംഗാധര തിലകുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അതെല്ലാ തവണയും നടക്കുന്നത് പോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു. അപ്പം ആനി ബസന്റും അതുപോലെ തന്നെ ബാലഗംഗാധര തിലകും 1914 1-ാം ലോക മഹായുദ്ധം പുറപ്പെട്ട സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ടാണ് ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം സ്ഥാപിക്കുന്നത്. അവിടെ പല തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ ഈ രാജ്യത്തുടനീളം സഞ്ചരിക്കുന്നു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തിന്റെ ബ്രാഞ്ചുകൾ സ്ഥാപിക്കുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവാണ്, ഇതിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് നിലനിൽപ്പിന് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുന്ന ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, അവരെ ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്യാണ്. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? ആനി ബസന്റ് ആണ് കേട്ടോ. അടുത്തത് ഒരു
ജോഗ്രഫി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയുടെ ഭ്രമണത്തെ തുടർന്ന് ഉണ്ടാകുന്ന പ്രതിഭാസം ഏതാണ്? ഭൂമിയുടെ റൊട്ടേഷൻ, വിച്ച് ഫിനോമിന ഒക്യോസ് ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഭൂമി എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ആക്സസിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് എന്ത് പ്രതിഭാസമാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്ത് ഫിനോമിനയാണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ് നമ്മളുടെ ഓപ്ഷൻസ് നോക്കിയേ. ഋതുക്കളുടെ രൂപീകരണം അഥവാ ഫോർമേഷൻ ഓഫ് സീസൺസ്. നമുക്ക് പലതരത്തിലുള്ള സീസൺസ് ഉണ്ട് അല്ലെ, നിങ്ങൾക്ക് അറിയാം. ഇപ്പം തണുപ്പ് കാലമാണ് അല്ലെ. ഇനിയിപ്പം നമുക്ക് 2 മാസം കൂടെ കഴിഞ്ഞ് എന്തായി, നമുക്ക് വേനൽക്കാലം വന്നു, മഴക്കാലം വരുന്നു, അങ്ങനെ പല ഋതുക്കൾ ഉണ്ടാവുന്നുണ്ട്, സീസൺസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഭൂമിയുടെ കറക്കം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഋതുക്കളുടെ രൂപീകരണമാണോ, കാലാവസ്ഥാ മാറ്റങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് ആണോ, ദിനവും രാത്രിയും ഡേ ആൻഡ് നൈറ്റ് ആണോ, ഭൂകമ്പം എർത്ത് ആണോ എന്നാണ് ചോദ്യം. എന്താണ് ആൻസർ? ഉത്തരം സി ആണ്, ദിനവും രാത്രിയും, അതായത് ഡേ ആൻഡ് നൈറ്റ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, രാവിലെയും രാത്രിയും ഉണ്ടാവുന്നു അല്ലെ. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇവിടെ ഇങ്ങനെ സൂര്യൻ നിൽക്കുകയാണ്. നമ്മൾ വരയ്ക്കുന്നതൊന്നും നോക്കണ്ട, കൊച്ചു ടി വിയിൽ വരയ്ക്കുന്നത് പോലെ ഉണ്ടാവും അല്ലെ. ഓക്കെ, ഭൂമി ഇങ്ങനെ കറങ്ങിയിട്ട് ഈ ഭാഗത്ത് സൂര്യന് നേരെ എത്തുന്ന ഭാഗത്ത് എന്തായിരിക്കും? പകലായിരിക്കും, ഡേ ആയിരിക്കും. അപ്പുറത്ത് എന്തായിരിക്കും? നൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ മൊത്തം ഇരുടായിരിക്കും, ഇവിടെ ലൈറ്റ് വൈറ്റ് ആയിരിക്കും, മീൻസ് ഡേ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ദിനരാത്രങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോർഷനാണ് കേട്ടോ. ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന സമയത്ത് 24 hours. ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ദിനരാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ്. അപ്പൊ 24 hours കഴിഞ്ഞിട്ട് അത് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ എന്താവുന്നു? ഡേ വരുന്നു, നൈറ്റ് വരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് കേട്ടോ. നമ്മൾ ഏകദേശമാണ് എന്ത് പറയുന്നത്, 24 മണിക്കൂർ എന്ന് പറയുന്നത്. അതിന്റെ എക്സാക്ട് ടൈം എന്ന് പറയുന്നത് എന്താണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. അതൊരു പക്ഷേ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ടൈം മറക്കരുത് കേട്ടോ. 23 മണിക്കൂർ 56 മിനിറ്റ് ജസ്റ്റ് 4 സെക്കൻഡ്. ഓക്കെ, ഭൂമിക്ക് പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ഭ്രമണവേളയിൽ സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലും, ഇപ്പൊ മാം വരച്ച് കാണിച്ചെന്നില്ലേ, സൂര്യന് അഭിമുഖമായിട്ട് ഇത് സൂര്യന്റെ അഭിമുഖമായിട്ട് ഭൂമി ഇങ്ങനെ കറങ്ങി വരുന്ന ഭാഗത്ത് എന്തായിരിക്കും? ഇവിടേക്ക് ഇങ്ങനെ എന്ത് വരുന്നു? വെളിച്ചം വരുന്നു. ഈ ഭാഗത്ത് ഡേ വരുന്നു, ഈ ഭാഗത്ത് നൈറ്റ് വരുന്നു. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയെ നമ്മൾ എന്ത് പറയുന്നു? അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ നമുക്ക് പകലും രാത്രിയാവും. ഇങ്ങനെ ഇവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കിൾ ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്. രാവിലെയും രാത്രിയാക്കി അല്ലെങ്കിൽ പകലും രാത്രിയും ആക്കിയിട്ട് വേർതിരിക്കുന്നതിനാണ് നമ്മൾ സർക്കുലേഷൻ ഓഫ് ഇല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഭൂമിയുടെ ഭ്രമണം മൂലം ചലിക്കുന്ന വസ്തുക്കളുടെ ദിശ മാറുന്നതിനെ എന്താണ് വിളിക്കുന്നത്? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മൂവിങ് ഒബ്ജക്ട് ഡ്യൂ ടു ദി എർത്ത്സ് റൊട്ടേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പല പ്രതിഭാസങ്ങളും നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. അതായത് സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കളിൽ ചില ദിശാമാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതിന് പറയുന്ന പേരെന്താണ്? അപ്പൊ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നത് പറഞ്ഞപ്പോ കാറ്റ്. ഓക്കെ, കാറ്റ് എന്താണ്? സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നതാണ് അല്ലെ, ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല, അതിനെ മൂവ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പം അതിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? കോറിയോളിസ് എഫക്റ്റ് ആണ്. കോറിയോളിസ് എഫക്റ്റ് ആണ് എന്ത്? ഭൂമിയുടെ ഭ്രമണം മൂലം ചലിക്കുന്ന വസ്തുക്കളുടെ ദിശ മാറുന്നതിന് വിളിക്കുന്ന പ്രതിഭാസം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് മൂവിങ് ഒബ്ജക്ട്സ് ഡ്യൂ ടു ദി എർത്ത്സ് റൊട്ടേഷൻ. എന്താണ് കോറിയോളിസ് പ്രഭാസം എന്ന് നോക്കാം. കോറിയോളിസ് പ്രഭാവം എന്ന് പറഞ്ഞാൽ ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നത്. അതായത് ഈ ഒരു ഇപ്പം നമ്മളിപ്പോൾ കാറ്റടിക്കുന്നത്, ഓക്കെ, കോറിയോളിസ് പ്രഭാവത്തിൽ നമ്മുടെ സമുദ്രത്തിൽ ഇപ്പം നമ്മുടെ ചുഴലിക്കാറ്റൊക്കെ വരുന്നത് കണ്ടില്ലേ, അതുപോലെ സമുദ്രത്തിലായാലും ചുഴലി വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. അതെന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ നമ്മുടെ ഭൂമി കറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. കാറ്റായാലും സമുദ്ര ചലനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന സംഭവമാണ്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ റൊട്ടേഷൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ചെരിവ് അല്ലെങ്കിൽ ഒരു ചെരിഞ്ഞിട്ടായിരിക്കും എന്ത് സംഭവിക്കുക, ഇതിൻ്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാവാന്ന് പറയുന്നത്. അത്തരത്തിലൊരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ കോറിയോളിസ് ഫോഴ്സ് നടക്കുന്നത്, എഫക്റ്റ് നടക്കുന്നത്. അതായത് ഇപ്പം
നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നടക്കുന്ന ഒരു എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്കായിരിക്കും, റൈറ്റിലോട്ടേക്കും. സദേൺ ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ ഇടതു ഭാഗത്തോട്ടേക്കും ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു മൂവ്മെന്റ് ഉണ്ടാവുക കേട്ടോ. ആ ഒരു മൂവ്മെന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊറിയോളിസ് എഫക്റ്റ് അല്ലെങ്കിൽ കൊറിയോളിസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു കൊറിയോളിസ് ഫോഴ്സിന്റെ ഒരു ലോ ഇതിനെ പറയുന്ന പേരാണ് ഫെറൽ നിയമം അല്ലെങ്കിൽ ഫെറൽസ് ലോ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ, എക്കണോമിക്സിൽ നിന്നാണ് കേട്ടോ. കൂടുതൽ മൂലധനവും കൂടുതൽ തൊഴിൽ ശക്തിയും ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്ന രീതി. കൂടുതൽ മൂലധനം അതായത് ഒരുപാട് പണം, മൂലധനം എന്ന് പറഞ്ഞാൽ പണം അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ, ഓക്കെ, മെഷീനറീസ്, ഇതൊക്കെ മൂലധനമാണ് കേട്ടോ. ക്യാഷ് അതുപോലെ മെഷീനറീസ് ഇതൊക്കെ എന്തിൽ പെടും, മൂലധനത്തിൽ പെടും. മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റലിൽ പെടും. തൊഴിൽ ശക്തിയും ഉപയോഗിച്ച്, കുറച്ച് തൊഴിൽ ശക്തി, അതായത് ലേബറാണ് എന്ത്, തൊഴിലാളികളാണ് തൊഴിൽ ശക്തി എന്ന് പറയുന്നത്. അത് വളരെ കുറച്ചും ഉപയോഗിച്ച് പ്രൊഡക്ഷൻ നടത്തുന്നതിനെ, ഉൽപാദനം നടത്തുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്ത്, ലേബർ ഇന്റൻസീവ് ടെക്നിക്ക് അല്ലെങ്കിൽ തൊഴിൽ തീവ്ര സാങ്കേതിക രീതി. ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക് അല്ലെങ്കിൽ മൂലധന തീവ്ര സാങ്കേതിക രീതി. ഇതിലേതാണ്, ഇതില് ബി ആണ് ആൻസർ, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്ക് അല്ലെങ്കിൽ മൂലധന തീവ്ര സാങ്കേതിക രീതി എന്ന് പറയുന്നത്. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപാദനം. അതായത് ഏറ്റവും കൂടുതൽ അവിടെ എന്തായിരിക്കും, തൊഴിലാളികൾ, മാൻ പവർ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ മനുഷ്യരെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പണിയെടുപ്പിക്കുന്നത്. കുറഞ്ഞ തോതിലുള്ള മൂലധന പ്രയോഗം, അവിടെ കൂടുതൽ മെഷീനറീസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, കൂടുതൽ സമയം ആവശ്യമായ ഉൽപാദന രീതി. അതായത് ഇപ്പം നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുന്നതും ഒരു മെഷീൻ ചെയ്യുന്നതിന്റെ റിസൾട്ട്, ഇപ്പം നിങ്ങളോടിപ്പോൾ ഒരു 5 ലക്ഷവും 15,22,343 കൂട്ടാൻ പറഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് വേണം, ഒരുപാട് സമയം വേണം അല്ലേ. അത് നിങ്ങൾ ഡയറക്റ്റ് കാൽക്കുലേറ്ററിലോട്ടേക്കോ കമ്പ്യൂട്ടറിലോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ChatGPT കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതാണ് വ്യത്യാസം, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയും ഒരു മെഷീനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ത് വേണം, കൂടുതൽ സമയം വേണം, കാരണം കൂടുതലും എന്താണ്, തൊഴിലാളികളാണ്. ഓക്കെ, പരിസ്ഥിതി സൗഹൃദമായ ഉൽപാദന രീതി. നമുക്കറിയാം മെഷീനറീസ് കൂടുതൽ യൂസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക, പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ തൊഴിലാളികൾ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരുന്നില്ല, നമുക്ക് പൊല്യൂഷൻസോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ മെഷീനറീസും കാര്യങ്ങളോ അല്ലെങ്കിൽ ടെക്നിക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. പകരം മനുഷ്യന്റെ പവർ എന്താണോ, മനുഷ്യന്റെ ബുദ്ധി എന്താണോ അത് മാത്രം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയിൽ പ്രവർത്തിക്കുന്നത്. രണ്ടാമതാണ് മൂലധന തീവ്ര സാങ്കേതിക രീതി. അവിടെ ഏറ്റവും കൂടുതൽ എന്താണ്, തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ്. അവിടെ തൊഴിലാളികൾക്ക് ആവശ്യമില്ല. ഇപ്പം AI കാലഘട്ടമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾക്ക് പലതും മനുഷ്യർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പം എന്ത് ചെയ്യാണ് അല്ലെ. ഇപ്പം നിങ്ങൾക്ക് ഒരു എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആളുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പോസ്റ്റർ വേണമെങ്കിൽ നിർമ്മിക്കാം അല്ലെ, ഒരു ആഡ് വേണമെങ്കിൽ നിർമ്മിക്കാം. അതും ഒരു വ്യക്തിനെ, ഒരു തൊഴിലാളിയെ വെച്ച് ചെയ്യുന്നതും ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അത് നിർമ്മിക്കാവുന്ന രീതിയിലോട്ട് എത്തി. അപ്പം അവിടെ എന്ത് മൈനസ് വരികയാണ്, തൊഴിലാളിയുടെ കുറവ് വരികയാണ് അല്ലേ. കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നു, ഒരുപാട് മെഷീനറീസ്, ഒരുപാട് ക്യാഷ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിൽ ഇറക്കുന്നു. ഉൽപാദനക്ഷമത ഉറപ്പുവരുത്തുന്നു. ഏറ്റവും കൂടുതൽ മെഷീനറീസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡക്ഷൻ എന്താണ്, ഹൈ ആയിട്ട് നടക്കുന്നു. സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുന്നു. നമ്മൾ ഓഫ് കോഴ്സ് ടെക്നോളജീസിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഉൽപാദനത്തിന് കുറഞ്ഞ സമയം. ഉൽപാദനത്തിന് എന്താണ് കാരണം, നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യർ ഇത്ര ഒരു കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, മെഷീൻ ഒരു കാൽക്കുലേഷന് വേണ്ടി എടുക്കുന്ന സമയം നമുക്കറിയാം. സോ നമുക്ക് എന്താണ് റിസൾട്ട് കൂടുതൽ പെട്ടെന്ന് എവിടെ നിന്നാണ് കിട്ടുന്നത്, ടെക്നോളജിയുടെ ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ മെഷീൻസിന്റെ ഭാഗത്തു നിന്നാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പം എന്ത് ഇവിടെ ഉൽപ്പാദിപ്പിക്കണം, എന്ത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എന്താണ്, നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്, എന്താണ് ഒരു രാജ്യം ഡിമാൻഡ് ചെയ്യുന്നത്, ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ള ഒരു ഡിമാൻഡിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്തും ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ നീഡ് ഫോർ ദ സർവൈവൽ ഓഫ് ലൈഫ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ ആർ കോൾഡ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ പോലുള്ള ജീവൻ നിലനിർത്താൻ അനിവാര്യമായ ആവശ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദ്യം കേട്ടോ. ഗ്രാറ്റിഫൈങ് നീഡ്സ് സന്തോഷദായക ആവശ്യങ്ങൾ, ബേസിക് നീഡ്സ് അടിസ്ഥാന ആവശ്യങ്ങൾ, ലക്ഷറി നീഡ്സ് ആഡംബര ആവശ്യങ്ങൾ, സെക്കൻഡറി നീഡ്സ് ദ്വിതീയ ആവശ്യങ്ങൾ. ഏതാണ്, അടിസ്ഥാന ആവശ്യങ്ങളാണ് അല്ലെ. നമുക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട സാധനങ്ങളാണ് എന്തൊക്കെയാ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനാകുമ്പോൾ
ആ മനുഷ്യന് എന്ത് വേണം? ഭക്ഷണം വേണം. 4 നേരം വൃത്തിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണം, അയാൾക്ക് താമസിക്കാൻ ഒരു വീട് വേണം, അയാൾക്ക് ഉടുക്കാൻ ഒരു വസ്ത്രം വേണം. അത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ്. അതിനെ നമ്മൾ എന്ത് പറയില്ല? അത്യാർത്ഥി എന്നൊന്നും പറയില്ല അല്ലെ. ഒരു ബേസിക് ആയിട്ടുള്ള നീഡാണ്. അത് ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ആൽഫ്രഡ് മാർഷൽ ആണോ, ആഡം സ്മിത്ത് ആണോ, കാൾ മാർക്സ് ആണോ, ലിയോണൽ റോബിൻസ് ആണോ? ആരാണ്? ഈസി ആണ് അല്ലെ, അത് വലിയ ക്വസ്റ്റ്യൻ ഒന്നല്ല, എന്നാലും ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എക്കണോമിക്സിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഓക്കെ, നെക്സ്റ്റ്. An economy that combines both market and government control is called. അതായത് ഒരു വിപണി, ഒരു എക്കോണമിയിൽ സർക്കാരും അതുപോലെ തന്നെ വിപണിയും മാർക്കറ്റും സർക്കാരും ഒരേപോലെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ഒരേപോലെ എന്ത് ചെയ്യുന്ന ഒത്തുചേർന്ന് പോകുന്ന ഒരു സാമ്പത്തിക സംവിധാനം അല്ലെങ്കിൽ ഒരു എക്കോണമിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ട്രഡീഷണൽ എക്കോണമി ആണോ, പാരമ്പര്യ സാമ്പത്തികം, മാർക്കറ്റ് എക്കോണമി, വിപണി സംരംഭം, കമാൻഡ് എക്കോണമി, ആജ്ഞാ സംരംഭം, മിക്സഡ് എക്കോണമി, സംയുക്ത സാമ്പത്തികം? ഏതാണ് ഇതിൽ വരുന്നത്? ഇത് ഓഫ് കോഴ്സ് എന്താണ്? മിക്സഡ് എക്കോണമിയാണ് അല്ലെ. അതായത് ഗവൺമെന്റും വിപണിയും ഇതിൽ ഒരു മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്താണ്? മിക്സഡ് എക്കോണമിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്തില്ലേ, സോഷ്യലിസം എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റ് മാത്രം കാര്യങ്ങൾ നോക്കുകയാണ്. ഓക്കെ, ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ അത് വ്യക്തികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കും വ്യക്തികൾ എന്ന് പറയുന്നത് തന്നെയാണ്, വ്യക്തികളായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വ്യക്തികളും അല്ലെങ്കിൽ വിപണിയും സർക്കാരും ഒരുമിച്ചാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഒരു ചൂഷണത്തിനോ കാര്യങ്ങൾക്കോ ഒന്നിനും ഇടവരുത്താതെ നമുക്ക് ഈക്വലി എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്? മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 തരത്തിലുള്ള എന്തുണ്ട്? എക്കോണമീസ് ഉണ്ട്. 3 മെയിൻ ടൈപ്സ് ഓഫ് എക്കോണമീസ് ആണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. ഓക്കെ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി മീൻസ് മാർക്കറ്റ് എക്കോണമി. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ മാം ഇപ്പോൾ പറഞ്ഞതുപോലെ എന്താണ് സംഭവിക്കുന്നത്? പ്രധാന സാമ്പത്തിക തീരുമാനങ്ങൾ, അതായത് വ്യക്തികളും കമ്പനികളും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പൊ മാം പറയാം, നമ്മൾ ഒരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണെന്ന് കരുതിക്കോളൂ. നമ്മൾ എന്തെങ്കിലും ഒരു മാർക്കറ്റിൽ ഒരു സംഭവം വിൽക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും താല്പര്യമുള്ള വിലകളിൽ എന്ത് ചെയ്യാം? എല്ലാവർക്കും വിൽക്കാം. ഓക്കെ, അവിടെ അതൊരു പ്രശ്നമേ അല്ല. ഓക്കെ, ഏറ്റവും വലിയ വിലയ്ക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാൻ പറ്റും. പക്ഷേ നമുക്കത് എല്ലാവർക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ അപ്പം എന്താണ് സംഭവിക്കുന്നത്? വ്യക്തികളുടെ തീരുമാനമാണ് അവിടെ നടക്കുന്നത്. സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഭൂരിഭാഗം വിഭവങ്ങളും നിർമ്മാണവും സർക്കാർ നിയന്ത്രണത്തിലായിരിക്കും. സർക്കാരുകളാണ് എന്ത് ചെയ്യുന്നത്? സർക്കാരാണ് എല്ലാം തീരുമാനിക്കുന്നത്. അവിടെ അപ്പം വ്യക്തിക്ക് എന്തില്ല? ഒരു തരത്തിലുള്ള പ്രാധാന്യവുമില്ല. അത് വ്യക്തികളെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. മൂന്നാമത്തത് എന്താണ്? സംയുക്ത സാമ്പത്തികം അഥവാ മിക്സഡ് എക്കോണമി. ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ, ഇന്ത്യയുടെ മിക്സഡ് എക്കോണമിയാണ്. വ്യക്തികളും വിപണിയും സർക്കാരും എല്ലാം ഒത്തൊരുമിച്ച് സർക്കാർ വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ സർക്കാരിനെ ഒരേപോലെ എന്ത് ചെയ്യും? സർക്കാരിനെ വിപണിയെ സർക്കാരും അല്ലെങ്കിൽ വ്യക്തികളും സർക്കാരും ഒരേപോലെ എന്ത് ചെയ്യപ്പെടുന്നു? ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു എക്കോണമി മുന്നോട്ട് പോകുന്നത്. അടുത്തത് പാട്ട സിദ്ധാന്തം, തിയറി ഓഫ് റെന്റ് അവതരിപ്പിച്ചത് ആരാണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലത്തെ ഒരുപാട് സിദ്ധാന്തങ്ങളെ കുറിച്ചിട്ട്, പോളിസിയെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്. പാട്ട സിദ്ധാന്തം, തിയറി ഓഫ് റെന്റ് അവതരിപ്പിച്ചത്. ഹൂ പ്രപ്പോണ്ടഡ് ദി തിയറി ഓഫ് റെന്റ്? കാൾ മാർക്സ് ആണോ, ഡേവിഡ് റിക്കാർഡോ ആണോ, ആഡം സ്മിത്ത് ആണോ, കെയ്നസ് ആണോ? ആരാണ്? ഡേവിഡ് റിക്കാർഡോ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? തിയറി ഓഫ് റെന്റ്. ഓക്കെ, അധിക മൂല്യ സിദ്ധാന്തം, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അവതരിപ്പിച്ചത് ആര്? ഹൂ പ്രപ്പോണ്ടഡ് ദി തിയറി ഓഫ് സർപ്ലസ് വാല്യൂ? ആരാണ്? ആഡം സ്മിത്ത് ആണ്, ആൽഫ്രഡ് മാർഷൽ ആണോ, കാൾ മാർക്സ് ആണോ, ലിയോണൽ റോബിൻസ് ആണോ? ആരാണ്? കാൾ മാർക്സ് ആണ്. ഓക്കെ, സർപ്ലസ് വാല്യൂ കാൾ മാർക്സ് ആണ്. സാമ്പത്തിക മധ്യകാലത്ത് സർക്കാർ ഇടപെടണം എന്ന് വാദിച്ചതാര്? ഹു അഡ്വക്കേറ്റഡ് ദി ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഡ്യൂറിങ് ദി എക്കണോമിക് ഡിപ്രഷൻ? അതായത് സാമ്പത്തിക മാന്ദ്യകാലത്ത് നമ്മുടെ എക്കോണമി അങ്ങ് താഴ്ന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആരാണ് സർക്കാർ ഇടപെടണം എന്ന് വാദിച്ചതെന്ന് ചോദിച്ചാൽ ആരാണ്?
ജെഎം കെയ്ൻസ് ആണ്. അതായത് നമ്മളുടെ എക്കോണമി തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനുഷ്യന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? എക്കോണമി ഹൈ ആവണം അല്ലെ, എക്കോണമിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. അപ്പം എക്കോണമി ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആര് ഇടപെടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്? സർക്കാർ ഇടപെടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് പറഞ്ഞിട്ടുള്ളത്? ജെഎം കെയ്ൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ വൃത്തിയായിട്ട് തന്നെ എല്ലാത്തിനെയും കുറിച്ചിട്ട് പറയുന്നുണ്ട്. ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡേവിഡ് റിക്കാർഡോ 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം വഴി ഇരു രാജ്യങ്ങളിലെയും ക്ഷേമം വർദ്ധിപ്പിക്കാം. അതായത് പാട്ട സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 രാജ്യങ്ങളിലും എന്തുണ്ടാവും? ഡെവലപ്മെന്റ് ഉണ്ടാവും എന്നാണ് ഇതിലൂടെ പറയുന്നത്. തിയറി ഓഫ് സർപ്ലസ് വാല്യൂ അഥവാ മിച്ചമൂല്യ സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത്? ഉൽപാദനം എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? തൊഴിലാളികളാണ് എന്ത് ചെയ്യുന്നത്? തൊഴിലാളികളുടെ അധ്വാനമാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം പറയുന്നത് എന്താണ്? ആരാണോ ജോലി ചെയ്യുന്നത്, ആരാണോ തൊഴിലാളി, അവന്റെ അധ്വാനത്തിന്റെ റിസൾട്ടാണ് എന്ത്? ഉൽപാദനം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകുക. അതായത് കുറെ കർഷകരുണ്ട്, അപ്പൊ അവര് ഒരുപാട് കൃഷി നടത്തി വലിയ പ്രൊഡക്ഷനൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ ജന്മിമാര് വന്നിട്ട് ചെറിയ രീതിയിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ ബ്രിട്ടീഷുകാരൊക്കെ പറഞ്ഞില്ലേ, ബ്രിട്ടീഷുകാർ പോലെ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ജന്മിമാര് വന്നിട്ട് ചെറിയ അളവിൽ മാത്രം അവർക്ക് കൊടുക്കുന്നു ഒരു എമൗണ്ട്, ബാക്കി അവര് കൊണ്ടുപോയി വിൽക്കുന്നു, വലിയ വില കൊടുത്ത് വിൽക്കുന്നു. അപ്പൊ അവിടെ ആർക്ക് ഒരു പ്രാധാന്യം കിട്ടുന്നില്ല? തൊഴിലാളികൾക്ക് പ്രാധാന്യം കിട്ടുന്നില്ല. അപ്പൊ അതാണ് പറയുന്നത് കേട്ടോ തിയറി ഓഫ് സർപ്ലസ് വാല്യൂവില്. സാമ്പത്തിക മേഖലയിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന സിദ്ധാന്തത്തിന് വേണ്ടി വാദിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ജെഎം കെയ്ൻസ്. ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാം. അതായത് എക്കോണമി ഡൗൺ ആയിട്ട് പോകുമ്പോൾ ഗവൺമെന്റ് അതിൽ ഇടപെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? എക്കോണമിയെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെക്ക് റിപ്പബ്ലിക് വംശജനായ ജെ.എൻ. ഷുംപീറ്റർ ആവിഷ്കരിച്ച ആശയമാണ് സൃഷ്ടിപരമായ നശീകരണം, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുത്തൻ അവസരങ്ങളും വളർച്ചയെ സൃഷ്ടിക്കുന്നു. അതായത് നമ്മളിപ്പം ഒരുപാട് ടെക്നോളജീസ് കണ്ടുപിടിക്കുന്ന സമയത്ത്, പുതിയ പുതിയ തരത്തിലുള്ള പലതരത്തിലുള്ള ടെക്നോളജികൾ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? അത് തകർച്ചയിലോട്ടേക്കും, അത് പുതിയ പുതിയ അവസരങ്ങളെ തകർച്ചയിലോട്ടേക്കും എത്താൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പുതിയ അവസരങ്ങളെ വളർച്ചയിലോട്ടേക്കും എത്തിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്? ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡഡ്? ഫണ്ടമെന്റൽ റൈറ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ടിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. പാർട്ട് 3യിലാണ് കേട്ടോ. പാർട്ട് 3യിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മൗലികാവകാശങ്ങളുടെ പ്രധാന ഉദ്ദേശം ഏതാണ്? മൗലികാവകാശങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ സർക്കാർ അധികാരം വർദ്ധിപ്പിക്കൽ, വ്യക്തികളുടെ സ്വാതന്ത്ര്യവും സമത്വവും സംരക്ഷിക്കൽ, നികുതി നിയന്ത്രണം, ഭരണ പരിഷ്കാരം. ഏതാണ് മക്കളെ? വളരെ ഈസിയാണ് അല്ലെ. എന്തിനാണ് മൗലികാവകാശം? എന്തിനാണ് ഫണ്ടമെന്റൽ റൈറ്റ്? നമ്മളുടെ അവകാശങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ അവകാശവും നമ്മളുടെ സ്വാതന്ത്ര്യവും സമത്വവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്തെന്നുള്ളത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇക്വാലിറ്റി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ റൈറ്റ്സ് സംരക്ഷിക്കാൻ, സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻസർ എന്താണ്? ബി ആണ് കേട്ടോ. ഇനി മൗലികാവകാശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, ഇത് മാം ഒരു കോഡ് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് പലപ്പോഴും ഡൗട്ട് ഉണ്ടാവും, ഫണ്ടമെന്റൽ റൈറ്റ് എന്തായിരിക്കും, ഇതെങ്ങനെയാണ് ഇപ്പം ഇത്രയും ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കുക? ഒരുപാട് അനുച്ഛേദങ്ങളുണ്ട്, ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്. ഇത് പലപ്പോഴും പഠിക്കുമ്പോൾ മാറിപ്പോവും. ഇതിപ്പോൾ ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും? NMMS എങ്ങനെ എനിക്ക് ഇതിന്ന് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ മാം നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഇപ്പം പരിഹരിച്ചു തരാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഒരു പോർഷൻ എടുത്തോ, എന്നിട്ട് അവിടെ പെൻസിലുകൊണ്ട് എഴുതി വെക്കാൻ റെഡി ആയിട്ടിരുന്നു കേട്ടോ. അപ്പം മൗലികാവകാശങ്ങൾ ഇതൊരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചോ. മൗലികാവകാശങ്ങൾ, ഈ കുട്ടിയുടെ പേരെന്താണ്? മൗലി ആകാശ്. ഓക്കെ, ഈ കുട്ടിയുടെ പേരാണ് മൗലി ആകാശ്. ഓക്കെ, അങ്ങനെ ഈ കുട്ടിക്ക് ഒരു ബ്രദറുണ്ട്. ഓക്കെ, ഈ കുട്ടിയുണ്ട് കേട്ടോ, മൗലിക്ക് ഒരു ബ്രദർ ഉണ്ട്. 14 മുതൽ 18 വരെ ആർട്ടിക്കിൾ 14 to ആർട്ടിക്കിൾ 18 ആണ് എന്ത്? സമത്വത്തിനുള്ള അവകാശം, ഇക്വാലിറ്റി
ഓക്കെ, ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18 ആണ്, സമത്വത്തിനുള്ള അവകാശം. ഈ ഒരു സമയം, അതായത് ഇവന് മൗലിക്ക് ഒരു ബ്രദർ ഉണ്ട്, എൽഡർ ബ്രദർ ഉണ്ട്. അപ്പൊ മൗലി ഒരു 14 വയസ്സായപ്പം തൊട്ട് ഒരു ഏകദേശം ഒരു 18 വയസ്സ് വരെ ഭയങ്കരമായിട്ട് എന്താണ്, വീട്ടില് ഏട്ടന് മാത്രം എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നു, ഏട്ടന് പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പം മൗലി ഭയങ്കര ബുദ്ധിമുട്ടില് നടക്കുകയാണ്. കാരണം എന്താണ്, മൗലിക്ക് ഒരു തരത്തിലുള്ള പ്രയോറിറ്റി അവിടെ കിട്ടുന്നില്ല. മൗലിക്ക് ഒന്നും ഫുഡാണെങ്കിൽ ഏട്ടന് കൂടുതൽ കൊടുക്കുന്നു, അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുന്നില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം കിട്ടുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഈ കുട്ടി ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. മൗലി ആകാശ് എന്ത് ചെയ്യുന്നു? 14 മുതൽ 18 വയസ്സ് വരെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സമത്വത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് സമത്വത്തിനുള്ള അവകാശം, ഫ്രീഡം ഓഫ് ഇക്വാലിറ്റി, 14 മുതൽ 18 വരെ, ആർട്ടിക്കിൾ 14 ടു 18. ഓക്കെ, പെൻസിലോണ്ട് എഴുതി വെച്ചോ. മൗലി ആകാശ് എന്ത് ചെയ്യുന്നു? 14 ടു 18 ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് 19 മുതൽ 22 വരെ. 19 മുതൽ 22 വരെ അവൾ എന്ത് ചെയ്തു? അവൾ കുറച്ച് മെച്ചുവേർഡായി, 19 വയസ്സായി, അവളുടെ +2 ഒക്കെ കഴിഞ്ഞ് അവള് കോളേജിലോട്ടേക്ക് പോവുകയാണ്. അപ്പം അവൾക്ക് കുറച്ചുകൂടെ ബുദ്ധിയൊക്കെ വന്നു, മെച്യൂരിറ്റി ഒക്കെ വന്നു, കോളേജിൽ പോകാൻ തുടങ്ങി. കോളേജിൽ പോയി തുടങ്ങിയപ്പോൾ എന്തായി? അവൾക്ക് പലതരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. അവള് കുറച്ചുകൂടെ ഹയർ ലെവലിൽ ചിന്തിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ അവൾ എന്ത് പറഞ്ഞു? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവൾ പോരാടാൻ തുടങ്ങി. ഓക്കെ, അവൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് അവൾ പോരാടാൻ തുടങ്ങി. അപ്പം റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളതാണ് എന്ത്? ആർട്ടിക്കിൾ 19 ടു 12 എന്താണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്, അതായത് ഫ്രീഡം. ഓക്കെ, ദെൻ അങ്ങനെ അവൾ 22 വയസ്സ് വരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 23 വയസ്സായപ്പം എന്ത് ചെയ്തു? അവളുടെ അച്ഛനും അമ്മയും അങ്ങ് പിടിച്ച് കെട്ടിച്ചു. ഓക്കെ, അവളുടെ അച്ഛനമ്മയും അവളെ പിടിച്ച് കെട്ടിച്ചു. അതിപ്പോൾ അവളുടെ സമ്മതത്തോടെയാണോ അല്ലേന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ അവളങ്ങ് കെട്ടിച്ചു. ഓക്കെ, അവൾ കല്യാണം കഴിഞ്ഞപ്പം ആകെ ബുദ്ധിമുട്ടായി. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴത്തെ ടോക്സിക് റിലേഷൻഷിപ്പിനൊക്കെ കുറിച്ചിട്ട് മക്കളെ ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിരുന്നു അവളുടേത്. ഓക്കെ, അങ്ങനെ അവൾ എന്ത് ചെയ്യപ്പെടാണ്? എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാണ്, അവൾ ചൂഷണം ചെയ്യപ്പെടാണ്. 23 വയസ്സും 24 വയസ്സിലും അവൾ ചൂഷണത്തിനെതിരെ പോരാടി, അല്ലെങ്കിൽ അവൾ എക്സ്പ്ലോയിറ്റേഷനെതിരെ പോരാടി. ഓക്കെ, എക്സ്പ്ലോയിറ്റേഷനെതിരെ അവൾ പോരാടി. അങ്ങനെ 23 വയസ്സും 24, 2 വർഷം, കല്യാണം കഴിഞ്ഞ് 2 വർഷത്തോളം അവൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. 23, 24 ആർട്ടിക്കിൾ 23, 24 എന്താണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ് കേട്ടോ. ദെൻ അങ്ങനെ 24 അവൾ എന്ത് ചെയ്തു? 24 ആയപ്പോഴേക്കും അവൾ പോരാടി അവൾ അങ്ങ് പോന്നു. ഓക്കെ, അവൾ ആ വിവാഹ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ദെൻ 25 മുതൽ 28 വയസ്സ് വരെ പിന്നീട് അവൾക്ക് ഭയങ്കരമായ മറ്റൊരു തരത്തിലുള്ള പോരാട്ടമായിരുന്നു. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതായത് 25 വയസ്സൊക്കെ ആയപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്, ഈ ഒരു മതം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ജനിച്ചപ്പം എന്തായിരുന്നോ ആ ഒരു മതമാണല്ലോ ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്കിനി മതം വേണ്ട. ഓക്കെ, എനിക്ക് മതവിശ്വാസങ്ങളൊന്നും വേണ്ട എന്ന് അവൾ തീരുമാനിക്കാൻ തുടങ്ങി. അവൾക്ക് മതവിശ്വാസം വേണ്ട എന്നുള്ളത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതാണ് എന്ത്? 25 മുതൽ 28 വരെ, ആർട്ടിക്കിൾ 25 ടു 28 എന്താണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു റിലീജിയൻ. ഓക്കെ, അങ്ങനെ 29 മുതൽ 30 വരെ, 29, 30 ആർട്ടിക്കിൾ. അപ്പൊ 29 വയസ്സായപ്പം അവൾക്ക് തോന്നി, ഞാൻ പഠനം നിർത്തിയിട്ടാണ് കല്യാണം കഴിപ്പിച്ചതൊക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം? പഠിക്കണം, എന്നിട്ട് എൻ്റെ കൾച്ചർ ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കണം എന്ന് അവൾക്ക് തോന്നി. അപ്പം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായത്, അതായത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായത് 29, 30 വയസ്സൊക്കെ ആയപ്പോഴേക്കും അവളുടെ വിദ്യാഭ്യാസം എന്ത് ചെയ്തു? വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, അനുച്ഛേദം 32. അങ്ങനെ 32ാമത്തെ ആർട്ടിക്കിൾ എത്തിയപ്പോൾ, 32ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. 32ാമത്തെ വയസ്സിൽ അവൾ എന്ത് ചെയ്യപ്പെടുകയാണ്? അവളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തി അവളൊരു ഫ്രീ ബേർഡ് ആവുകയാണ്. ഓക്കെ, അതിനിടയ്ക്ക് അവൾ 31 നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു
ആക്ട് ഇതുണ്ടായിരുന്നു കേട്ടോ, റൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവള് ആ ഒരു സമയത്ത്, ഇത് നിങ്ങൾ പഠിക്കണം എന്നില്ല മാം, ജസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ പറയാൻ കേട്ടോ, റൈറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റ് ഉണ്ടായിരുന്നു. അത് പിന്നീട് എടുത്തു കളഞ്ഞതാണ്. അത് പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് എടുത്തു കളഞ്ഞതാണ്. അപ്പോൾ 31ാമത്തെ വയസ്സിൽ അവൾ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മനോടും പറഞ്ഞു, എനിക്ക് എൻ്റെ ഷെയർ താ, സ്വത്ത് താന്ന് പറഞ്ഞപ്പോൾ അച്ഛനമ്മ അവളെ ആട്ടി ഒഴിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ 31 എന്തായി. അപ്പം നിങ്ങളോട് ചോദിക്കും, ഇതിൽ ഫണ്ടമെന്റൽ റൈറ്റ് ഏതാണ് എല്ലാത്തത് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് കേട്ടോ. റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 31 ആണ്. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും, ഓർത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റി, മൗലി എന്ത് ചെയ്തു? ഇക്വാലിറ്റിക്ക് വേണ്ടി പോരാടി. 19 മുതൽ 22 വരെ അവള് ഫ്രീഡത്തിന് വേണ്ടി പോരാടി. 23 തൊട്ട് 24 വരെ അവളുടെ ഹസ്ബൻഡിൽ നിന്നുള്ള എക്സ്പ്ലോയിറ്റേഷനെതിരെ പോരാടി. 25 മുതൽ 28 വരെ അവൾ അവളുടെ മതം ഒഴിവാക്കി അവൾ അതിനു വേണ്ടി പോരാടി. 29 30 അവൾ പഠനവും അവളുടെ കൾച്ചറും ഹയർ ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടി പോരാടി. 32 വയസ്സായപ്പോഴേക്കും അവൾ ഫുൾ സെറ്റിലായി, അവളുടെ എല്ലാ അവകാശങ്ങളും അവൾ നേടിയെടുത്തു. ഓക്കെ. ഓരോ പൗരനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കണം. ഇത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനാണ്? ഓരോ പൗരനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കണം. അതായത് നമുക്ക് എല്ലാ അവകാശങ്ങളും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ചില കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഡ്യൂട്ടീസ് ആയിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. അപ്പം ഇതെന്താണ്? ഉത്തരം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് കേട്ടോ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ആൻസർ സി ആണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ രാജ്യത്തിന്റെ ഐക്യം, നമ്മുടെ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിയും നമ്മുടെ രാജ്യത്തിന്റെ അതുപോലെ എന്താണ് അഖണ്ഡതയും ഐക്യവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോരാടണം, അല്ലെങ്കിൽ നമ്മളത് സംരക്ഷിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ മറ്റേതെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതയും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. അവർ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാണ്? നിർദ്ദേശങ്ങൾ, അതായത് ഓരോ കമ്മിറ്റി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപീകരിക്കും. അത്തരം കമ്മിറ്റികൾ രൂപീകരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്? അവർ അതിനെക്കുറിച്ച് ചർച്ച നടത്തുക ചെയ്യും. അപ്പം അത്തരത്തിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് എന്ത്? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ എവിടേക്കാണ്? 4A എന്ന് പറയുന്ന ഒരു പുതിയ ഭാഗം ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ട് തീർന്നത്. അപ്പം 51A ആണ് എന്ത്? നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതായത് നമുക്ക് രാജ്യം എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും റൈറ്റും അവകാശങ്ങളും തരുമ്പം രാജ്യത്തിൻ്റെ എല്ലാത്തിലും, രാജ്യത്തിൻ്റെ സ്വത്ത്, രാജ്യത്തിൻ്റെ അഖണ്ഡത, രാജ്യത്തിൻ്റെ സാഹോദര്യം, നമുക്കറിയാലോ എല്ലാം, ഇക്വാലിറ്റി എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാം സംരക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇൻ ബ്രോഡ്കാസ്റ്റ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂഷ്വലി എന്താണ് അറിയപ്പെടുന്നത്? ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ ആശയവിനിമയം സാധാരണയായി, അതായത് ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? വാട്സപ്പിലൊക്കെ നമുക്കറിയാലോ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് നമുക്ക് അത് 1 വേ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക? മെസ്സേജ് അയക്കാൻ പറ്റുക. ഓക്കെ. ഒരു അഡ്മിൻ അല്ലെങ്കിൽ മാം ഇപ്പം നിങ്ങളൊരു 10 കുട്ടികളുടെ പേരിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്താണ്? ഒരു 1 വേ ആണ് ഉണ്ടാക്കുന്നത്. അതോടെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 2 വേ ഇൻട്രാക്ഷൻസ് അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതെന്താണ്? 1 വേ ആണ് കേട്ടോ. ഇനി പ്രത്യേകതകൾ. ആശയവിനിമയം. പരമ്പരാഗത മാധ്യമങ്ങൾ, അതായത് പഴയ കാലത്തെ മാധ്യമങ്ങളും ഇപ്പോഴത്തെ ആധുനിക മാധ്യമങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. ആശയവിനിമയം, അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണ് വരുന്നത്? ഏകദിശയിൽ ആശയവിനിമയം. പരമ്പരാഗത മാധ്യമങ്ങളിൽ നമ്മളൊരു കത്ത് അയച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. പിന്നെന്താണ്? ഒരു 1 വേ ആണ് അല്ലേ? അതപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റീപ്ലൈ ഒന്നും റെസ്പോൺസ് ഒന്നും കിട്ടില്ല. അത് 1 വേ ആണ്. വിനിമയം ചെയ്യുന്നവരിൽ നിന്ന് സ്വീകർത്താക്കളിലേക്ക് മാത്രം. അതായത് മാം ഒരു കത്തയക്കുന്നു, അത് അയാളിലോട്ടേക്ക് മാത്രം എന്ത് ചെയ്യപ്പെടുകയാണ്? എത്തുകയാണ്. അതൊരു 1 വേ ആണ്. നവമാധ്യമങ്ങളിലാണ് ഈ ഇരുദിശയിലും ആശയവിനിമയം. നിങ്ങളിപ്പം ഒരു വാട്സപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് ആദ്യത്തെ പോലെ എന്ത് ചെയ്യപ്പെടുന്നില്ല? ഒരുപാട് ദിവസങ്ങളൊന്നും വെയിറ്റ് ചെയ്യേണ്ടില്ല. നിങ്ങൾ അയക്കുന്ന സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പാരസ്പര്യം പരിമിതമാണ്.
നവമാധ്യമങ്ങളിലാണെങ്കിൽ ഉയർന്ന പാരസ്പര്യതയും പങ്കെടുക്കലും. അതായത് നമ്മളുടെ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മറ്റ് പഴയതിലാണെന്നുണ്ടെങ്കിൽ അത് വളരെ കുറവാണ്, പക്ഷെ നവമാധ്യമത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഹൈ ആണ്. രൂപം, ഭൗതിക രൂപം, പത്രം, റേഡിയോ, ടെലിവിഷൻ. അന്നത്തെ കാലത്തെ ഒരു ഇത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞല്ലോ. അപ്പം റേഡിയോയിൽ ത്രൂ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ബട്ട് അവിടെ എന്ത് ചെയ്യപ്പെടുന്നില്ല, ഒന്നും തിരിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൗതിക രൂപം, അതായത് ഫിസിക്കലാണ്, നമുക്ക് കാണാൻ പറ്റും. TV അല്ലെ, റേഡിയോ, ടെലിവിഷൻ, ഈ വക ഫിസിക്കലാണ്. ബട്ട് ഇപ്പം എന്താണ്, ഡിജിറ്റൽ രൂപമാണ്. അതായത് ഇന്റർനെറ്റ് സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു ഡിജിറ്റലായിട്ട് മാറിയിരിക്കുകയാണ്. സ്വീകർത്താക്കൾ, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആള്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് പരിമിതമായ പങ്കാളിത്തം. അയാൾക്ക് എപ്പോഴും റെസ്പോണ്ട് ചെയ്യാൻ പറ്റൂല. അയാൾക്ക് അവിടെ സാധനം കിട്ടി കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നവമാധ്യമത്തിൽ എന്താണ്, ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് റീപ്ലൈ കിട്ടും. ലഭ്യത എന്ന് പറയുന്നത് സ്ഥലകാല പരിമിതി ഉള്ളതിനാൽ എപ്പോഴും ലഭ്യമാകുന്നില്ല. നമുക്കിപ്പം എപ്പോഴും അവൈലബിൾ ആണ്. എത്ര ദൂരെയുള്ള ഫ്രണ്ട്സിനായാലും, എത്ര ദൂരെ നമ്മളുടെ പാരൻസ് ഒക്കെ, ചിലപ്പോൾ അബ്രോഡുള്ള പാരൻസ് ഒക്കെ ഉണ്ടാവില്ല നിങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും വീഡിയോ കോൾ ചെയ്ത് അവരെ കാണാം, നിങ്ങൾക്ക് സംസാരിക്കാം. കൃത്യമായിട്ട് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബട്ട് പഴയ കാലങ്ങളിൽ അത് സാധ്യമായിരുന്നില്ല. പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം, ഇൻഡയറക്റ്റ് ഡെമോക്രസിയും ഡയറക്റ്റ് ഡെമോക്രസിയും എന്താണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കെടുക്കുന്നു. അതായത് ഒരു രാജ്യത്തിന്റെ നിയമനിർമ്മാണത്തിലായാലും ഒരു രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യപ്പെടുകയാണ്, ജനങ്ങൾ ഡയറക്റ്റ് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഡയറക്റ്റ് അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വളരെ ചെറിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ അത്രയും ചെറിയൊരു പോപ്പുലേഷൻ, ഒരു ജനസംഖ്യ എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് വർക്കാവുള്ളൂ, ഈ ഒരു ഡയറക്റ്റ് ഡെമോക്രസി വർക്കാവത്തുള്ളൂ കേട്ടോ. പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. നമ്മൾക്ക് എന്താണ്, ഇന്ത്യയിൽ ഇൻഡയറക്റ്റ് ആണ്. നമ്മളിപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു അല്ലേ, അപ്പം അവിടെ എന്ത് സംഭവിക്കുന്നു, ഞങ്ങളുടെ പാരൻസ് ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ അവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നു, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ടേക്ക്, നിയമസഭയിലോട്ടേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലോട്ടേക്കോ നമ്മൾ പറഞ്ഞേക്കുന്നു. അവരാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. അവിടെ നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റും ഇല്ല, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അവരാണ് നമ്മൾ പറഞ്ഞയക്കുന്ന പ്രതിനിധികളാണ്, റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് പരോക്ഷ ഡെമോക്രസിയിൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ എന്ത് ചെയ്യുന്നത്, ഇൻവോൾവ് ചെയ്യുന്നത്. പാർലമെന്ററി വ്യവസ്ഥയും പ്രസിഡൻഷ്യൽ വ്യവസ്ഥയും. പാർലമെന്ററി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്താണ്, പാർലമെന്ററി വ്യവസ്ഥയാണ്. ഇവിടെ ഭരണാധികാരം പാർലമെന്റിനാണ്. ഓക്കെ, പ്രധാനമന്ത്രി ഭരണത്തിന്റെ തലവനാണ്. നമുക്ക് പ്രധാനമന്ത്രി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്. പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു നോമിനൽ ആയിട്ടുള്ള ഒരു ഹെഡ് മാത്രമാണ്. ഓക്കെ, നോമിനൽ ഹെഡ് മാത്രമാണ്. നമുക്ക് എന്താണ്, നമ്മളുടെ ഹെഡ് എന്ന് പറയുന്നത്, റിയൽ ഹെഡ് എന്ന് പറയുന്നത് ആരാണ്, പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പൊ പാർലമെന്റിൽ സമ്പ്രദായമുള്ള രാജ്യങ്ങളിൽ പ്രധാനമന്ത്രിയാണ് റിയൽ ഹെഡ്. പ്രസിഡന്റ് എന്താണ്, വെറും ഒരു നോമിനൽ ഹെഡ് മാത്രമാണ്. പാർലമെന്റ് ആണ് എന്ത് തീരുമാനിക്കുന്നത്, എല്ലാ ഭരണാധികാരങ്ങളും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പാർലമെന്റിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ രാജിവെക്കണം. പാർലമെന്റിന് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗവൺമെന്റ്, അതായത് ഇപ്പം സെൻട്രൽ ഗവൺമെന്റിൽ ഇരിക്കുന്ന എല്ലാ മന്ത്രിമാരും എന്ത് ചെയ്യണം, രാജിവെക്കണം. ഓക്കെ, പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിൽ പ്രസിഡന്റ് ആണ് ഭരണത്തിന്റെ തലവൻ. റിയൽ ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. ഭരണനിർവഹണവും നിയമനിർമ്മാണവും തമ്മിൽ വ്യക്തമായ വേർതിരിവുണ്ട്. അതായത് നമുക്ക് ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്, നമുക്ക് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, നമുക്ക് എന്തുണ്ട്, നിയമനിർമ്മാണത്തിന് വേറെ, എല്ലാത്തിനും നമുക്ക് ഡിഫറെന്റ് സെക്ടേഴ്സ് ഉണ്ട്. ബട്ട് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതെല്ലാം ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ജുഡീഷ്യറി ആയാലും എക്സിക്യൂട്ടീവ്സ് ആയാലും പാർലമെന്റിൻ്റെ എല്ലാ കാര്യങ്ങളിലായാലും എന്താണ്, എല്ലാത്തിലും നമുക്ക് എന്തുണ്ട്, ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്. ബട്ട് പ്രസിഡൻഷ്യലിൽ അങ്ങനെ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ഇല്ല, രണ്ടും സെപ്പറേറ്റ് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് മക്കളെ ഇന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
അപ്പം എല്ലാവരും നല്ല ഭംഗിയായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ കോഡൊക്കെ ഓർത്ത് വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ ഇനി നിങ്ങൾക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കും ഒരുപാട് ടഫായിട്ടുള്ള പോർഷൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അത്തരത്തിൽ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്